ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിലിം ഒപ്പീനിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ വാർത്തകളും വിശേഷങ്ങളും കാര്യം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ പരമോന്നത പുരസ്കാരങ്ങൾ ഒന്നായിട്ടുള്ള പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. അതിൽ കേരളത്തിൽ പത്മശ്രീ കിട്ടിയ ആളുകളുണ്ട്, പത്മവിഭൂഷൺ കിട്ടിയ ആളുകളുണ്ട്. അതിലും നല്ല കാര്യം പക്ഷേ മമ്മൂട്ടി എന്ന നടനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മമ്മൂട്ടി എന്ന നടനെ പല പുരസ്കാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതായിട്ട് കണ്ടിട്ടുണ്ട്. അതിപ്പോൾ പത്മ പുരസ്കാരങ്ങളായിക്കോട്ടെ, സാധാരണ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സും മറ്റുള്ള അനുബന്ധപ്പെട്ടതായിട്ടുള്ള ഫിലിം അവാർഡ്സുകൾ എടുത്ത് നോക്കിയാലും മമ്മൂട്ടി എന്ന നടനെ മനഃപൂർവ്വം തഴയപ്പെടുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ള പത്മ പുരസ്കാരത്തോട് വിയോജിപ്പും അഭിപ്രായ വ്യത്യാസവും ഉള്ളവരും ഒരുപാടുണ്ട്. കാരണം ഒരുപാട് ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു നടനാണ് ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അതായത് ഏതൊരു കഥാപാത്രത്തെയും അതിൻ്റെ പരിപൂർണ്ണതയിൽ എത്തിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ സമ്മാനിക്കുന്ന നടനാണല്ലോ മമ്മൂട്ടി. അതിപ്പോൾ നൻപകൽ നേരത്ത് മയക്കമായാലും ഭ്രമയുഗം എന്ന സിനിമയിലൂടെ ഒരുപാട് പ്രേക്ഷകരെ ഭ്രമിപ്പിച്ച ഒരു നടനാണ് മമ്മൂട്ടി. ആ ഒരു നടന് ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും പലരും മടി കാണിക്കുന്നു, അല്ലെങ്കിൽ അതിനെ തടയപ്പെടുന്നു പറയുമ്പോൾ അത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. കാര്യം എന്തൊക്കെയായാലും ഒരു നടനെ വിലയിരുത്തുന്നത് അവാർഡുകളിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പുരസ്കാരങ്ങളിലൂടെയല്ല. ഒരു നടനായി മാറുന്നത് അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ കൂടിയും മറ്റുള്ള നടന്മാർക്ക്, കേവലം ബാലയ്യ പോലെയുള്ള കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങളും കാണിച്ചു കൂട്ടുന്ന നടന്മാർക്ക് പോലും ബഹുമതി പുരസ്കാരങ്ങൾ കൊടുക്കുമ്പോൾ അതിനെതിരെയാണ് പ്രതിഷേധം. എന്തിനേറെ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രം, അല്ലു അർജുൻ നാഷണൽ അവാർഡ് വാങ്ങിയ കാര്യം. പുഷ്പ എന്ന സിനിമ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ് ആ ഒരു സിനിമ. ആ ഒരു സിനിമയുടെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. എന്തിനാണ് മികച്ച നടനുള്ള ഒരു നാഷണൽ അവാർഡ് അല്ലു അർജുന് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യ ഒരു നടനെ എത്രത്തോളം കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ മമ്മൂട്ടി എന്ന നടനെ തടയപ്പെടുന്നത് അല്ലെങ്കിൽ അവാർഡിൽ നിന്ന് പിന്മാറ്റിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മതത്തെ നോക്കിയിട്ടാണോ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ? ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണോ ഒരു നടനെ വിലയിരുത്തുന്നത്?